ഭാഷ, ഭക്ഷണം, വസ്ത്രം, സംസ്കാരം, ഇങ്ങനെ മനുഷ്യനെ എങ്ങനെയൊക്കെ തരംതിരിക്കാമോ അത്തരത്തിലൊക്കെ വിഭജിക്കപ്പെട്ടിരുന്ന കുറേ നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ബ്രിട്ടീഷുകാർ ഒരു സാമ്രാജ്യമുണ്ടാക്കുന്നു. തദ്ദേശീയരായ ജനങ്ങളെ പീഡിപ്പിച്ചും അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയും 200 വർഷത്തോളം അവർ ആ നാട് മുടിച്ച് ജീവിക്കുന്നു. ഒടുവിൽ ഈ പീഡനങ്ങളിൽ നിന്നും മോചിതരാകാനായി വൈവിധ്യങ്ങളെ വെടിഞ്ഞ് ജനങ്ങൾ ഒറ്റക്കെട്ടായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നു. സമാധാനപരമായ സമരങ്ങളിലൂടെ പോരാടിയിരുന്ന ജനങ്ങൾക്ക് മുന്നിൽ സായുധ വിപ്ലവത്തിന്റെ ചോരത്തിളപ്പമായി ഒരു പുതിയ നേതാവ് അവതരിക്കുന്നു. സായുധ പോരാട്ടങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച് അയാളും സംഘവും സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തു. ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത സ്ഥാനം വഹിക്കേണ്ടിയിരുന്ന ആ നേതാവ് പൊടുന്നനെ അപ്രത്യക്ഷമാകുന്നു. ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അഭ്യൂഹം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇതിലുണ്ട് സുഭാഷ് ചന്ദ്രബോസ് എന്ന വ്യക്തിയുടെ നിശ്ചയദാർഢ്യവും സ്വാതന്ത്ര്യത്തിനായുള്ള ത്വരയും. ഇന്ത്യക്ക് ആരായിരുന്നു ബോസ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച വ്യക്തി, സ്വാതന്ത്ര്യം എന്ന വികാരം ഓരോ ഇന്ത്യക്കാരനിലും ഉയർത്തെഴുന്നേൽപ്പിച്ച വ്യക്തി, ജീവിച്ചിരുന്നെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും സമുന്നത സ്ഥാനത്തിരിക്കേണ്ടിയിരുന്ന വ്യക്തി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭ്യമാകൂ എന്ന് വിശ്വസിച്ച ബ്രിട്ടീഷുകാരുമായി സന്ധികൾക്ക് വഴങ്ങിയ ഗാന്ധിജിയുമായി നിരന്തരം കലഹിച്ചിരുന്ന, ഇന്ത്യക്ക് വേണ്ടി പോരാടുവാൻ ഹിറ്റ്ലർ അടക്കമുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികളെ വരെ കൂട്ടുപിടിച്ച നേതാജി. സംഭവബഹുലമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അതിനേക്കാൾ നിഗൂഢതകളും കെട്ടുകഥകളും കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹത്തിന്റെ മരണവും അതിനോടനുബന്ധിച്ചുള്ള കഥകളും. നേതാജിയുടെ മരണം കൊലപാതകമായിരുന്നു എന്നും അതല്ല തന്റെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം കൂട്ടുകാർക്കൊപ്പം നടത്തിയ ഒരു നാടകമായിരുന്നു ആ അപകടമെന്നും പറയപ്പെടുന്നു. നേതാജി ഒരു സന്യാസിയുടെ വേഷത്തിൽ ഇന്ത്യയിൽ തന്നെ ഒളിച്ചു കഴിഞ്ഞിരുന്ന കഥകളും അതിന് തെളിവുമായ കോൺസ്പിറൻസി തിയറിസ്റ്റുകളും ഇന്നും സജീവമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാൾ പ്രവിശ്യയിൽ ഉൾപ്പെട്ട കട്ടക് എന്ന സ്ഥലത്ത്, അതായത് ഇന്നത്തെ ഒഡീഷയിൽ 1897 ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ അഭിഭാഷകനായ ജാനകിനാഥ് ബോസിന്റെയും പ്രഭാവതി ബോസിന്റെയും 14 മക്കളെ 9ാമതായിട്ടായിരുന്നു സുഭാഷിന്റെ ജനനം. കൽക്കട്ടയിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും ആരുടെയും സഹായമില്ലാതെ പഠിച്ച് ഉദ്യോഗം നേടിയ ജാനകിനാഥിന് തന്റെ ജോലിയോടും ബ്രിട്ടീഷ് സർക്കാരിനോട് വല്ലാത്ത കൂറുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നല്ല ജോലി നേടി നന്നായിട്ട് ജീവിക്കണമെങ്കിൽ തന്റെ മക്കൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം അത്യാവശ്യമാണെന്ന് ആ പിതാവ് വിശ്വസിച്ചിരുന്നു. അതിനായി അയാൾ മക്കളെ യൂറോപ്യൻ സ്കൂളുകളിൽ വിട്ട് പഠിപ്പിച്ചു. മൂത്ത സഹോദരന്മാരുടെ പാത പിന്തുടർന്ന് സ്കൂളിൽ പഠനം ആരംഭിച്ചുവെങ്കിലും ബോസ് അസ്വസ്ഥനായിരുന്നു. ചെറുപ്പത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പാഠങ്ങളാൽ ശക്തമായി സ്വാധീനിക്കപ്പെട്ട അദ്ദേഹം വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ ദേശസ്നേഹത്തിന്റെ ചൂടും വീറും ഉൾക്കൊണ്ടിരുന്നു. തന്റെ പ്രവർത്തനങ്ങളിലൂടെ കൊച്ചു നേതാജി അക്കാലത്തെ അറിയപ്പെടുകയും ചെയ്തു. പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനും എഴുതുവാനും ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ അദ്ദേഹം സമ്മതിച്ചു. മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി മാത്രം അദ്ദേഹം 1919 ഇന്ത്യൻ സിവിൽ സർവീസ് മത്സരത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ 1920 ഇന്ത്യൻ സിവിൽ സർവീസ് മത്സര പരീക്ഷ എഴുതിയ അദ്ദേഹം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ 4ാമതായി. മത്സര പരീക്ഷകളിൽ ഉയർന്ന സ്ഥാനം നേടിയെങ്കിലും അദ്ദേഹം പിന്നീട് ഇന്ത്യയിലേക്ക് തിരികെ എത്തി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തന്റെ വിലയേറിയ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു.